ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നതിനായി ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മലപ്പുറത്ത് 10 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 8 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത്. മലപ്പുറം മണ്ഡലത്തിൽ 14 പേരും പൊന്നാനി മണ്ഡലത്തിൽ 11 പേരുമാണ് പത്രിക നൽകിയിരുന്നത്. വിവിധ സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഉൾപ്പെടെ മലപ്പുറത്ത് 4 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 3 സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളുകയും ചെയ്തു. മലപ്പുറം മണ്ഡലത്തിൽ വസീഫ് സിപിഐഎം, ഇ.ടി. മുഹമ്മദ് ബഷീർ IUML, അബ്ദുസലാം എം BJP, നാരായണൻ പി ബഹുജൻ ദ്രാവിഡ പാർട്ടി, തൃശൂർ നസീർ സ്വതന്ത്രൻ, കൃഷ്ണൻ BSP, N ബിന്ദു സ്വതന്ത്ര, അബ്ദുൽ സലാം സ്വതന്ത്രൻ, നസീഫ് അലി മുല്ലപ്പള്ളി സ്വതന്ത്രൻ, നസീഫ് PP സ്വതന്ത്രൻ എന്നിവരുടെ പത്രികയാണ് സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം അഫിഡവിറ്റ് സമർപ്പിക്കുകയും തുക കെട്ടിവെക്കുകയും ചെയ്യാത്തതിനാൽ ശ്രീധരൻ കള്ളാടിക്കുന്നത്തിന്റെ പത്രിക വരണാധികാരിയായ ജില്ലാ കളക്ടർ തള്ളി. പാർട്ടികളുടെ പ്രധാന സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതിനാൽ പകരം സ്ഥാനാർത്ഥികളായ അബ്ദുള്ള നവാസ് CPIM, രശ്മിനാഥ് BJP, അൻവർ സാദത്ത് IUML എന്നിവരുടെ പത്രികകളും തള്ളി. പൊന്നാനി മണ്ഡലത്തിൽ MP അബ്ദുസമദ് സമദാനി IUML, ഹംസ CPIM, KV വിനോദ് BSP, ബിന്ദു സ്വതന്ത്ര, ഹംസ കടവണ്ടി സ്വതന്ത്രൻ, നിവേദിത BJP, ഹംസ സ്വതന്ത്രൻ, അബ്ദുസമദ് സ്വതന്ത്രൻ എന്നിവരുടെ പത്രികയും സ്വീകരിച്ചു. പാർട്ടികളുടെ പ്രധാന സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതിനാൽ പകരം സ്ഥാനാർത്ഥികളായ അഷ്റഫ് കോക്കൂർ IUML, ശങ്കുട്ടി ദാസ് BJP, സാനു CPIM എന്നിവരുടെ പത്രികകൾ തള്ളി. മലപ്പുറം മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ VR വിനോദിന്റെയും പൊന്നാനി മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ K മണികണ്ഠന്റെയും നേതൃത്വത്തിൽ നടന്ന സൂക്ഷ്മ പരിശോധനകളിൽ സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്രികകൾ ഏപ്രിൽ 8 വരെ പിൻവലിക്കാം. അനംഗീകൃത പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കുന്നത് ഏപ്രിൽ 8 വൈകിട്ട് 3 അതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.